ആ സുമേഷിന്റെ ശുദ്ധജാതകമാണല്ലേ? ശുദ്ധജാതകവും പിന്നെ എന്റെ ശുദ്ധജാതകമാണേ. ഓ സമാധാനമായി. സമാധാനം പോയെന്ന് പറഞ്ഞാൽ മതി. മിനിമം ഒരു 3-4 പാപങ്ങൾ ഉണ്ടായിരുന്നെ കല്യാണം എപ്പോഴും നടന്നേനെ. എന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? അയ്യോ അപ്പൊ ചേട്ടൻ കല്യാണം നടന്നില്ലേ? എവിടെന്ന് എനിക്ക് പെണ്ണ് കെട്ടിക്കാനേ പറ്റിയിട്ടുള്ളൂ, പെണ്ണ് കെട്ടാൻ പറ്റിയില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡായിട്ട് നോക്കണം. അത് ഞാൻ നോക്കുന്നുണ്ട്. ചേട്ടന്റെ കാര്യമല്ല എന്റെ കാര്യം. അതൊക്കെ എന്തായാലും നോക്കിക്കോളാം. പെണ്ണ് കിട്ടിയിരിക്കും. വരണെന്ന് ഇതാ വന്നോണ്ടിരിക്കുന്നു. തങ്കച്ചേട്ടാ ചേട്ടാ മോനെ നീയാ? ഞാൻ കുറെ നാളുകൊണ്ട് വിളിച്ച് ഫോൺ എടുക്കാത്തത്. എടാ അത് പിന്നെ കല്യാണത്തിന് തിരക്കിലൊക്കെ ആയി പോയെന്ന്. നമ്മളെ കാര്യം എന്തരേ? എടാ കിളി പോലത്തൊരു പെങ്കൊച്ചി എല്ലാം ചേരും. എന്നിട്ട് അതിനെ ഞാൻ കെട്ടി. ചേട്ടാ നീ പേടിക്കണ്ടെന്ന്, നിനക്കുള്ള ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇപ്പൊ നിക്കാൻ തീരെ സമയമില്ല. അവളെ വീട് വരെ ഒന്ന് പോണം. ഓട്ടാ മാറാൻ നല്ലൊരു ഷർട്ട് പോലും ഇല്ലാത്ത തെണ്ടിക്കൊരു പെണ്ണ് സെറ്റ്. ഇനി അവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും ഈ ജന്മത്തിൽ പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വയസ്സൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ. നിന്റെ വല്ല ഐഡിയ ഉണ്ടാടേ? അളേ എന്റെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെണ്ണ് കിട്ടണ ഐഡിയ ആണെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. നീ പറയണിയാ? നീ ഈ ജന്മത്തിൽ പറ്റാവുന്നത്ര പാപം ചെയ്യണം, എന്നിട്ട് അടുത്ത ജന്മത്തിൽ പെണ്ണ് കിട്ടണം. That's it. റാമന്റെ സൺ ബുൾബുൾ ഐഡിയ. One eternity later. ഉറ്റ സുഹൃത്തിനെ കൊന്ന കേസിൽ തങ്ങളെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ജീവപര്യന്തം തടവ് മാറ്റി വധശിക്ഷ ആക്കി തരണ യുവർ ഓണർ. അതെന്തിനാടോ? എന്നിട്ടാണ് എനിക്ക് അടുത്ത ജന്മം ഒരു കല്യാണം കഴിക്കുക.